നോക്കുകയാണെങ്കിൽ ഒരാളുടെ എനർജി ഇൻടേക്ക് കുറഞ്ഞാലും എനർജി എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ ആൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകാം. ഹായ് സർ, പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഞാൻ വല്ലാതെ കഴിക്കുന്നില്ല എന്നിട്ടും എനിക്ക് വെയിറ്റ് കൂടുന്നു എന്നുള്ളത്. ഇതിന്റെ കാരണം എന്തായിരിക്കും സർ? ഈ നമ്മൾ പൊതുവെയുള്ളൊരു വിദ്യാധാരണയാണ് നമ്മൾ അധികം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വെയിറ്റ് കൂടുന്നില്ല എന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ബോഡി എപ്പോഴും ഒരു മെറ്റബോളിസം എന്നൊരു ഭാഗമുണ്ട് ബോഡിക്ക്. അതായത് നമ്മൾ എനർജി ഇൻടേക്ക് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് എനർജി എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ എനർജി ഇൻടേക്ക് കുറഞ്ഞാലും എനർജി എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ ആൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകാം. അതുപോലെ തിരിച്ചും സംഭവിക്കാം. എനർജി എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിലും എനർജി ഇൻടേക്ക് അതിലും കൂടുതലാണെങ്കിലും വെയിറ്റ് സംഭവിക്കാം. അപ്പോൾ നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല ഒരു പ്രധാന ഘടകം. അതുപോലെ തന്നെ നമ്മുടെ ജനിതകപരമായ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹോർമോണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കമ്പാരിസൺ പറയുവാണെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയിൽ തന്നെ ഒബീസിറ്റി ഉള്ള ആളുകൾ കൂടുതലുള്ളൊരു ഫാമിലി, അമിതവണ്ണമുള്ള ആൾക്ക് റിസ്ക് കൂടുതലാണ്. അതുപോലെ നമ്മുടെ പോപ്പുലേഷനിലും ഒരു ഹൈ റിസ്ക് ഉണ്ട് പോപ്പുലേഷൻ. എസ്പെഷ്യലി നമ്മൾ ജനറലൈസ്ഡ് ആയിട്ടൊരു ഒബീസിറ്റി ഇല്ലെങ്കിലും നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷനിലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പോപ്പുലേഷൻ നോക്കുമ്പോൾ അബ്ഡോമിനൽ ഒബീസിറ്റിയുടെ പ്രിവലൻസ് കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ ജീവിതശൈലി അനുസരിച്ചും അതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സസൈസും അതേപോലെ ഡയറ്റും മാത്രമല്ല, സ്ലീപ്പ് ഒരു വലിയ ഫാക്ടറാണ്. അതുപോലെ തന്നെ സ്ട്രെസ് ഒരു ഫാക്ടറാണ്. അപ്പോൾ ഒരു സ്ലീപ്പ് ഹൈജീൻ പാലിക്കാത്ത ഒരാൾക്കാണെങ്കിലും അതുപോലെ സ്ട്രെസ് കൂടുതലുള്ളവർക്കും ഒക്കെ ഇതേപോലെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നതാണ്. തൈറോയിഡ് ഇതിനൊരു കാരണമാണ് സർ? ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോണൽ ഫാക്ടേഴ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എനർജി പകരുന്ന ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻസിലാണ് സാധാരണ വെയിറ്റ് ഗെയിൻ കണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടർ, ഹൈപ്പോതൈറോയിഡിസം കൊണ്ടുണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ ഒരു മാക്സിമം പോയ 2 മുതൽ 3 kg വരെ വരാം. അത് യൂഷ്വലി വരുന്നത് അൺട്രീറ്റഡ് ആയിട്ടുള്ള കേസസിലാണ്. അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞിട്ട് ഇതുവരെ ചികിത്സ എടുക്കാത്ത ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ ശരീരത്തിലെ ജലാംശം കൂടുന്നുണ്ട്, നീര് വന്നതുകൊണ്ട് ചിലപ്പോൾ വെയിറ്റ് ഉണ്ടാകാം. പക്ഷെ പലപ്പോഴും കണ്ടുവരുന്നത് ഈ ഹൈപ്പോതൈറോയിഡിസത്തെക്കാളും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതശൈലി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. നമ്മുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു തെറ്റായ രീതിയിലുള്ള ഭക്ഷണക്രമവും അതുപോലെ തന്നെ വ്യായാമക്കുറവുമാണ് പ്രധാന കാരണമായിട്ട് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജനറ്റിക്കൽ ഫാക്ടേഴ്സ്.